ഇനി ഇന്നത്തെ ലാസ്റ്റ് പോർഷൻ. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് ഇൻവോൾവ് ഇൻ അമിനോ ആസിഡ് മെറ്റബോളിസം ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒന്ന് ഓർപ്പിച്ചത്, ആദ്യം നമ്മൾ ട്രാൻസാമിനേഷൻ പഠിച്ചു. അവിടെയാണെങ്കിൽ ഗ്ലൂട്ടമേറ്റ് ഉണ്ടാകുന്നു. പിന്നീട് ആ ഗ്ലൂട്ടമേറ്റ് അണ്ടർഗോസ് ഓക്സിഡേറ്റീവ് ഡിയമനേഷൻ ടു ഗിവ് അഗെയിൻ ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ്. അത് ഓക്സിഡേറ്റീവ് ഡിയമനേഷൻ്റെ ഒരു ടൈപ്പാണ്. വീണ്ടും ഓക്സിഡേറ്റീവ് ഡിയമനേഷൻ്റെ വേറൊരു ടൈപ്പാണ് അമിനോ ആസിഡ് ഓക്സിഡൈസ് ഇൻവോൾവ് ആയിട്ടുള്ള റിയാക്ഷൻസ്. അത് കഴിഞ്ഞ് നമ്മൾ നോൺ ഓക്സിഡേറ്റീവ് ഡിയമനേഷൻ പഠിച്ചു. അതിൻ്റെ കീഴിൽ 3 ടൈപ്സ് പഠിച്ചു: ഡീഹൈഡ്രേറ്റേസസ്, ഡീസൾഫൈഡ്രേസ്, ഹിസ്റ്റഡേസ്. ഇനി ഒരു ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ട്രാൻസാമിനേഷൻ, ഡീഅമിനേഷൻ തന്നെ ഓക്സിഡേറ്റീവ്, നോൺ ഓക്സിഡേറ്റീവ്. ഇത് ട്രാൻസാമിനേഷൻ ഫോളോഡ് ബൈ ഓക്സിഡേറ്റീവ് ഡീഅമിനേഷൻ ഈസ് കോൾഡ് ട്രാൻസ് ഡീഅമിനേഷൻ എന്നും പഠിച്ചു. അതുകൂടാതെ വൺ മോർ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഇസ് ഇൻവോൾവ് ഇൻ അമിനോ ആസിഡ് ഡീഗ്രഡേഷൻ, ദാറ്റ് ഈസ് ഡീകാർബോക്സിലേഷൻ, അതായത് റിമൂവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഇതാണ് ജനറൽ സ്ട്രക്ചർ ഓഫ് അമിനോ ആസിഡ്. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് പോകാനുള്ള സ്ഥലം എന്താ? ഇവിടെയാണ്. CO2 പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? അതിൻ്റെ കറസ്പോണ്ടിങ് അമീൻസ് കിട്ടും. ഏതൊരു അമിനോ ആസിഡും ഡീകാർബോക്സിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് അമീൻസ് കിട്ടും. അവിടുത്തെ കോഎൻസൈം പിരിഡോക്സൽ ഫോസ്ഫേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കീഴിൽ ഏതൊക്കെ റിയാക്ഷൻസ് ജസ്റ്റ് ഒന്ന് പഠിക്കാനുള്ള റിയാക്ഷൻസ് നമുക്ക് നോക്കാം. ഇവിടെയാണെന്ന് വെച്ചാൽ ഓരോ കമ്പോണൻറ്റും ഫിസിയോളജിക്കലി ആക്റ്റീവ് ആണ്. എന്തുകൊണ്ടാണെന്ന് അറിയാം, എന്തെങ്കിലും ഫിസിയോളജിക്കൽ ഫംഗ്ഷനുള്ള കോമ്പൗണ്ട്സ് ആണ് ഇതിൻ്റെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗ്ലൂട്ടമേറ്റ് എടുത്ത് നോക്കിയാൽ CO2 പോയി കഴിഞ്ഞാൽ കിട്ടുന്നത് ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡ് ആണ്. മനസ്സിലായോ? ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡ്, ആൽഫ ബീറ്റ ഗാമ. COH വെച്ച് നോക്കുമ്പോൾ ഇത് ആൽഫ പൊസിഷനാണ്, ബീറ്റ ഗാമ. ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡ്, കാരണം 4 കാർബൺ ഉള്ള ആസിഡ് ആണ്. അതിനെ ബ്യൂട്രിക് ആസിഡ് എന്നല്ലേ പറയുന്നത്? ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡ്, ഷോർട്ടായിട്ട് ഗാബ. ഇതൊരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അതേപോലെ ഹിസ്റ്റഡീൻ അണ്ടർഗോസ് ഡീകാർബോക്സിലേഷൻ ടു ഗിവ് ഹിസ്റ്റമീൻ. CO2 പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഹിസ്റ്റമീൻ. ഹിസ്റ്റമീൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അലർജിക് റിയാക്ഷൻസിൽ റിലീസ് ചെയ്യപ്പെടുന്ന ഒരു മോളിക്യൂളാണ് വാസോ ഡയലേറ്റർ. വാസോ ആണ്, വാസോ ഡയലേറ്റർ ആണ് ഹിസ്റ്റമീൻ എന്ന് പറയുന്നത്. കാരണം ഫിസിയോളജിക്കലി ആക്റ്റീവ് ആക്കണ്ടോ. അതേപോലെ ട്രിപ്റ്റോഫാൻ, ഇറ്റ് അണ്ടർഗോസ് ഡീകാർബോക്സിലേഷൻ ടു ഗിവ് ട്രിപ്റ്റമീൻ. അവിടുത്തെ COH പോയി കഴിഞ്ഞാൽ ബാക്കി NH2, ട്രിപ്റ്റമീൻ. ട്രിപ്റ്റമീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ പ്രിക്കേഴ്സർ ടു ഇൻഡോൾ അസിറ്റിക് ആസിഡ്, ആൻഡ് ഇൻഡോൾ അസിറ്റിക് ആസിഡ് ഇസ് എ പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺ. മനസ്സിലാവുന്നുണ്ടോ? ട്രിപ്റ്റമീൻ ഇസ് എ പ്രിക്കേഴ്സർ ഓഫ് പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺ ഇൻഡോൾ അസിറ്റിക് ആസിഡ്. അതേപോലെ ആർജിനിൻ അണ്ടർഗോസ് ഡീകാർബോക്സിലേഷൻ ടു ഗിവ് ആഗ്മറ്റിൻ. ഇതിനെ ആഗ്മറ്റിൻ എന്ന് പറയുന്നത്. അതിന്റെ കറസ്പോണ്ടിങ് അമീനെ ആഗ്മറ്റിൻ എന്ന് പറയും. ആൻഡ് ആഗ്മറ്റിൻ ഈസ് എ പ്രിക്കേഴ്സർ ടു സ്പെർമിൻ ആൻഡ് സ്പെർമിഡിൻ. ഇത് രണ്ടും എന്ന് വെച്ചാൽ മൈക്രോബ്സിലുള്ള ഗ്രോത്ത് ഹോർമോൺസാണ്. അതേപോലെ ലൈസിനും ഒക്കെ പിന്നെയുണ്ട് മോളിക്യൂൾസ്. ഇപ്പം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ലൈസിൻ്റെ പ്യൂട്രിസിൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും അത് മെൻഷൻ ചെയ്യുന്ന, എല്ലാം കൂടെ വാരി വലിച്ച് പഠിക്കേണ്ട. ഇവിടെ പറഞ്ഞ റിയാക്ഷൻസ് എങ്കിലും പഠിക്കുക. ഇപ്പോൾ ട്രാൻസാമിനേഷൻ ഉണ്ട്, ഓക്സിഡേറ്റീവ് ഡിയമനേഷൻ ഉണ്ട്, 2 സൈമൾട്ടേനിയസ് ആയിട്ട് നടന്ന ട്രാൻസ് ഡിയമനേഷൻ ഉണ്ട്, ഡീകാർബോക്സിലേഷൻ ഉണ്ട്. ഇങ്ങനെ 3 പ്രോസസ്സാണ് മെയിൻലി അമിനോ ആസിഡ് മെറ്റബോളിസത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. നമുക്ക് ഇന്നത്തേക്ക് ഇത്രയും മതി. ഇത്രയും നിങ്ങൾ എഴുതി പഠിച്ചിരിക്കണം, എന്നിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ കയറാൻ, അല്ലെങ്കിൽ നമുക്ക് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. ഓക്കെ.